നമസ്കാരം. ഫ്ലോട്ടിംഗ് വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹോണ്ട കമ്പനിയുടെ സിവിക് എന്ന് പറഞ്ഞ മോഡലാണ്. ഹോണ്ടയെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹോണ്ട എന്നുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ളത് 2007 മോഡൽ ഹോണ്ട സിവിക്കാണ്. ഇത് ആക്ച്വലി 8th ജനറേഷൻ സിവിക്കാണ് വരുന്നത്. സിവിക് മോഡലുകളിൽ 2006 മുതൽ 2012 വരെയായിരുന്നു സിവിക്കിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ഏകദേശം 55,000-ഓളം കാറുകൾ മാർക്കറ്റിൽ ഇറങ്ങി. പാവങ്ങളുടെ ബെൻസ് എന്നാണ്, സി ക്ലാസ് എന്നാണ് ഹോണ്ട സിവിക് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം സിവിക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അധികം വിറ്റഴിക്കപ്പെടാതെ പോയതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് ആ ഇറങ്ങിയ സമയത്തിൻ്റെ ഒരു പ്രീമിയം പ്രൈസിങ് തന്നെയായിരുന്നു. അതുകൂടാതെ മൈലേജിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ വണ്ടി ഇറങ്ങിയ സമയത്ത് മൈലേജ് അത്ര വലിയൊരു ഫാക്ടർ ആയിരുന്നില്ല. കാരണം ഈ ഒരു വാഹനത്തെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം സി ക്ലാസിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ആ ഒരു ക്വാളിറ്റിയിൽ ഇറക്കിയിരുന്ന ഒരു വാഹനമാണിത്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് യുവാക്കൾക്ക് ഒരുപാട് എന്താ പറയുക ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. കാരണം അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് ആണെങ്കിലും വളരെയധികം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിവിക് എന്ന് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറി. 1946 ഹോണ്ട ഫസ്റ്റ് കാർ ഇറക്കി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 1972 ഹോണ്ട സിവിക് ഇറങ്ങി തുടങ്ങുന്നത്. സിവിക് ഇറങ്ങുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-13 ജനറേഷനായിട്ട് ഇപ്പൊ നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന 8th ജനറേഷൻ ആണ്. ഈ 8th ജനറേഷൻ തന്നെ 3 കോണ്ടിനെന്റ്സിലായിട്ട് 3 കാറ്റഗറിയിലാണ് ഇവർ ഇറക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോർത്ത് അമേരിക്കയിലും ഒന്ന് ഏഷ്യൻ മാർക്കറ്റിലും സെഡാൻ മോഡൽസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് അവര് യൂറോപ്പില് ഹാച്ച് ബാക്ക് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഹാച്ച് ബാക്ക് മോഡൽസ് അവൈലബിൾ ആയിരുന്നില്ല. ഇല്ല. ഇപ്പോഴാണെങ്കിലും 1-2 വാഹനങ്ങൾ അവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പോലും ആ സെഡാൻ ടൈപ്പിൽ തന്നെയാണ് വാഹനം ഇറക്കിയിരുന്നത്. പിന്നെ ഈ പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയാ, ആ ഒരു സമയത്ത് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഇറങ്ങിയിരുന്നത് പാവങ്ങളുടെ സി ക്ലാസ് എന്നറിയപ്പെടുന്ന ഒരു വാഹനമാണ്. BMW എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാവങ്ങളുടെ BMW ആ രീതിയിലാണ് ഇത് പറയപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം അത്രയും സ്പീഷ്യസ് ആയിരുന്നു ഈ കാറിനകത്തും. ഇപ്പോഴാണേലും നമുക്ക് കാണാൻ ഒരു കൗതുകമാണ് അന്നത്തെ ഒരു ഇതിന്റെ. തീർച്ചയായിട്ടും അന്ന് ഇപ്പൊ റോഡ് പ്രസൻസ് ആണെങ്കിലും അത്ര മനോഹരമായിട്ട് തന്നെയുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഡാഷ്ബോർഡ് ആ ഒരു ഏരിയ ഒക്കെ വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് മാനുവൽ വേരിയൻസിൽ അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലും കണ്ടുവന്നുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് കുറവായിരുന്നു. അതെ, പക്ഷെ ആ സമയത്ത് തന്നെ ഇതിനകത്ത് എന്താ പറയാ പാഡിൽ ഷിഫ്റ്റ് പോലത്തെ ഓപ്ഷൻസ് ഒക്കെ വേരിയന്റിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ ആകമത്തുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വാഹനത്തിന്. അതാണ് കൂടുതലും മാർക്കറ്റിൽ വിറ്റഴിയാൻ പറ്റാത്ത കാരണം എന്ന് അറിയപ്പെടുന്നു. അതെ, കാരണം ആ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു സെഡാൻ കാറ്റഗറിയിൽ വന്നിരുന്ന സമയത്ത് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഈ വാഹനത്തിലോട്ട് പോയിരുന്നത്. പിന്നെ ഹോണ്ടനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഹോണ്ട ഒന്നാമത് മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ നോർമലി മെയിൻ്റനൻസ് വരാറില്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ സ്പേസിന് കുറച്ച് കോസ്റ്റ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ അത് റിലയബിൾ ആയിട്ടുള്ള ഒരു ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ സ്പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ അടിക്കടി മാറേണ്ട ഒരു ആവശ്യകതയൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് 2007 മോഡൽ ഹോണ്ട സിവിക് ആണ്. ഇത് വളരെ നീറ്റായിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അതെ, കാരണം അതിന്റെ ആ ഒരു ഒറിജിനാലിറ്റി പോവാത്ത രീതിയിൽ തന്നെ വാഹനം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആക്ച്വലി മ്യൂഗനാറിന്റെ കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലെ ബമ്പർ പോർഷൻ, സ്കേർട്ടിങ്സ്, ഗ്രിൽ പോർഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ മോഡൽ കിറ്റാണ് മ്യൂഗനാർ കിറ്റ് എന്ന് പറയുന്നത്. ഹോണ്ട സിവിക്സിന് യൂസ് ചെയ്യുന്ന ഒരു കിറ്റാണ് അത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫൈബർ കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 17 ഇഞ്ച് വീൽസ് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ വണ്ടിയോട് ശരിക്കും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിൽവർ ആ ഒരു കളർ കോമ്പോയിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്കേർട്ടിങ്സ് ആണെങ്കിലും ആ കിറ്റിന്റെ കൂടെ തന്നെ വരുന്ന സ്കേർട്ടിങ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് തന്നെയാണ്, കണ്ടാൽ മനസ്സിലാക്കാം. പിന്നെ ഗ്രില്ലൊക്കെ ഹണികോം ടൈപ്പ് ഗ്രിൽസ് ആണ് വരുന്നത്. ആ കിറ്റിന്റെ കൂടെ വരുന്ന ഗ്രില്ലാണ് അത്. ആ ഹണികോം ടൈപ്പ് ഉള്ള ഗ്രില്ലാണ് വരുന്നത്. പിന്നെ താഴെ വളരെ ഭംഗിയായിട്ട് തന്നെ 2 ഫോഗ് ലാംപ്സ് ആ കിറ്റിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സ്പോയിലർ വെച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇത് മ്യൂഗനാർ കിറ്റിന്റെ കൂടെ വരുന്ന സ്പോയിലർ അല്ല. കാരണം അത് 4 പീസ് സ്പോയിലറാണ് വരുന്നത്. ഇത് ടൈപ്പ് ആറിന്റെ സ്പോയിലറാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുപോലെ ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് നല്ല രീതിയിൽ മാറ്റാവുന്ന രീതിയിൽ കളേഴ്സ് ആണെങ്കിലും താഴെ വന്നേക്കുന്ന സ്ക്രിപ്റ്റ്ലെറ്റും അതെ നല്ല സാമ്യം വരുത്തുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് ബോറായിട്ടൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. അത് ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ്. അതെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. കാരണം കമ്പനി വന്നിരുന്ന ആ ഒരു 6 CD ചേഞ്ചറാണ്. ആ സമയത്തൊക്കെ CD പ്ലെയർ വളരെ
കത്തി നിൽക്കുന്ന സമയം. അതെ അതെ കാരണം വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഉം. കാസറ്റ് പ്ലെയറിൽ നിന്ന് മാറി CD പ്ലെയറിലേക്ക് വന്നൊരു സമയമാണ്. 6CD ചേഞ്ചർ ആണ് അന്ന് വാഹനത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതെ അതെ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AC ഫംഗ്ഷൻസും ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അത് അന്നത്തെ കാലത്ത് ഈ ഹോണ്ട ഇതിന്റെ അകത്ത് കൊടുത്തെന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതകരമായ തീർച്ചയായിട്ടും. കാരണം ഹോണ്ട ഈ ഒരു വാഹനത്തെ ആ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ സമയത്തുള്ളതിൽ മികച്ചതായിട്ടുള്ള രീതിയിലുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതെ. കാരണം അതിന്റെ ഡാഷ്ബോർഡിന്റെ അറിയാലോ ഹോണ്ടയുടെ ആ ഒരു ക്വാളിറ്റി, ഡാഷ്ബോർഡിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ തന്നെ ഈ പറഞ്ഞതുപോലെ 2 സെഗ്മെന്റ് ആയിട്ട് തന്നെയാണ് മീറ്റർ മീറ്റർ കൺസോൾ കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ആ വിസിബിലിറ്റിക്ക് ഒരു ഇഷ്യൂ തന്നെ ഇല്ല. ഇല്ല. വിസിബിലിറ്റിയാ. കാരണം ആ ഒരു ഫ്രണ്ട് ഏരിയ വളരെ വ്യാപിച്ചു കിടക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഏരിയ ആണ് ഇതിനുള്ളത്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അനലോഗ് ആയിട്ടുള്ള ഒരു RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്പീഡ് നമുക്ക് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ ഡിജിറ്റൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ ഗേജും ടെമ്പറേച്ചർ ഗേജും ആണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് 4 AC വെന്റുകളുണ്ട്. പിന്നെ അതിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഹാൻഡ് ബ്രേക്കിന്റെ ആ ഒരു പൊസിഷനും ആ ഒരു ഷേപ്പും തന്നെയാണ് വളരെ. പിന്നെ ഈ പറഞ്ഞ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ്. അങ്ങനെ അത്ര എന്താ പറയാ, ഇതിന്റെ ഓണർ അതത്ര നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതെ. ആ സ്റ്റോക്ക് സീറ്റ്സ് ആണ്. സീറ്റ് കവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സീറ്റ് ആണെങ്കിലും പണ്ടത്തെ സീറ്റ് ആണെങ്കിലും ഭയങ്കര കംഫർട്ടാണ്. അതെ തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ സ്റ്റിയറിംഗിൽ മറ്റേ ഹോണ്ടയുടെ ഒരു റെഡ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ. അപ്പൊ അടുത്ത കാറുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.